സോ ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഷാഡോ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ NCERTയിലെ 6ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ചാപ്റ്റർ 8 ആണ്. ജേർണി ത്രൂ സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നില്ല. അപ്പോൾ നമുക്ക് സ്വിച്ച് ചെയ്യാം. ഇവിടെ തൊട്ടാണ് കുറച്ചെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒന്നുമില്ല, നമ്മുടെ ഗ്യാസ് സ്റ്റേറ്റിൽ കിട്ടുന്ന വെള്ളത്തിനെയാണ് നമ്മൾ വാട്ടർ വേപ്പർ എന്ന് പറയുന്നത്, അല്ലേ? പിന്നെ ഈ പാത്രത്തിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് നോക്കുമ്പോൾ അവിടെ കാണത്തില്ല. കാര്യം എന്താ? നീരാവിയായിട്ട് പോകും. ഈ നീരാവിനെയാണ് നമ്മൾ വാട്ടർ വേപ്പർ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന വാട്ടർ ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് പോകുമ്പോഴത്തേക്കും അത് വാട്ടർ വേപ്പറായി നമുക്ക് പറയാം. ഓക്കെ, സിമ്പിളാണേ. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് വാട്ടർ ഇൻ ടു വേപ്പർ സ്റ്റേറ്റ് ഈസ് കോൾഡ് ഇവാപ്പറേഷൻ. അപ്പോൾ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം വേപ്പർ സ്റ്റേറ്റിലാവുന്നതിനാണ് ഇവാപ്പറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ഇവിടെ എങ്ങും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളില്ല, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അടുത്തത് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് വാട്ടർ വേപ്പർ ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ് ഈസ് കോൾഡ് കണ്ടൻസേഷൻ. തിരിച്ചുള്ള പ്രോസസ്സ്. വാട്ടർ വേപ്പറിനെ നമുക്ക് ലിക്വിഡ് സ്റ്റേറ്റിലാക്കാമല്ലോ. നമ്മളിപ്പോൾ കുറച്ച് വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പാത്രത്തിൽ ഒരു അടപ്പിട്ട് വെച്ചിട്ട് നമുക്ക് ആ അടപ്പിൻ്റെ മുകളിൽ നിന്ന് കുറേ വെള്ളത്തുള്ളികൾ കിട്ടില്ലേ? അത് കണ്ടൻസേഷൻ്റെ ഭാഗമാണ്. കാര്യം അത് നീരാവിയൊക്കെ പോയതിന് ശേഷം നമ്മൾ തണുത്തിട്ടൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആ അടപ്പിൻ്റെ മുകളിൽ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ തുള്ളികൾ കാണാം. അത് കണ്ടൻസേഷനാണ്. കാരണം ആ നീരാവി അവിടെ നിന്ന് മാറി വേപ്പർ സ്റ്റേറ്റിൽ നിന്ന് മാറി ലിക്വിഡ് സ്റ്റേറ്റിലാവുന്നതിനാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. സിമ്പിളാണ്, അധികമൊന്നും നോക്കാനില്ല അവിടെ എങ്ങും. ഇനി ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ എയർ ഈസ് നോൺ ആസ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റിയിലുണ്ടാകുന്ന വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ദ ഡെയിലി ഹ്യൂമിഡിറ്റി ഡേറ്റ ഫോർ യുവർ ഏരിയാസ് റിപ്പോർട്ടഡ്. നമുക്ക് ന്യൂസ് പേപ്പറിൽ അതൊക്കെ അറിയാൻ പറ്റും. ഹ്യൂമിഡിറ്റിയുടെ അളവൊക്കെ നമ്മുടെ വെതറിൻ്റെ ആപ്സിലൊക്കെ അറിയാൻ പറ്റും. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ എങ്ങും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇനി അറ്റ്മോസ്ഫിയറിക് വാട്ടർ ജനറേറ്റർ എന്ന് പറഞ്ഞൊരു മെഷീനുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഹ്യൂമിഡ് എയറിനെ എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം അതിനെ ഡ്രിങ്കബിൾ വാട്ടറാക്കി മാറ്റും. ദിസ് ഈസ് ഡൺ ത്രൂ കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ ബൈ കൂളിംഗ് ദ എയർ. അപ്പോൾ ആ എയറിനെ കളക്ട് ചെയ്തതിന് ശേഷം അതിനെ കൂൾ ചെയ്യുമ്പോൾ അത് വാട്ടർ വേപ്പറായിട്ട് മാറും. അത് കണ്ടൻസ് ചെയ്ത് വെള്ളമായിട്ട് മാറും. ഓക്കെ, ദിസ് പ്രോസസ് ഈസ് സിമിലർ ടു ദ ഫോർമേഷൻ ഓഫ് ഡ്രോപ്സ് ഓഫ് വാട്ടർ ഔട്ട്സൈഡ് ദി ഗ്ലാസ് ടംബ്ലർ ഫിൽഡ് വിത്ത് ഐസ് കോൾഡ് വാട്ടർ. നമ്മൾ ഐസ് വാട്ടർ ഇങ്ങനെ ഒരു ഗ്ലാസ്സിലോ കുപ്പിയിലോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കുമ്പം അതിൻ്റെ പുറത്ത് വെള്ളം ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ആ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് ഈ അറ്റ്മോസ്ഫിയറിക് വാട്ടർ ജനറേറ്ററിലും ആപ്ലിക്കബിൾ ആവുന്നത്. അത്രേ ഉള്ളൂ. ഇനി എന്താണ് മെൽറ്റിംഗ്, ഫ്രീസിങ് എന്നൊക്കെയാണ് പറയുന്നത്. പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് എ സോളിഡ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ് ഈസ് കോൾഡ് മെൽറ്റിംഗ്. ഇപ്പോൾ ഒരു ഐസ് കട്ട എടുത്ത് വെച്ചിട്ട് നമ്മളതിനെ ചൂടാക്കുകയാണെങ്കിൽ അത് ലിക്വിഡ് ആവും, അല്ലേ? കട്ട ആയ സോളിഡിൽ നിന്നും അത് വെള്ളം പോലെയുള്ള ലിക്വിഡ് സ്റ്റേറ്റിലാവും. അതിനാണ് മെൽറ്റിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ലിക്വിഡ് ഇൻ ടു സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ ലിക്വിഡായ വെള്ളത്തിനെ സോളിഡ് സ്റ്റേറ്റായ ഐസിലോട്ട് മാറ്റുന്നതിന് നമ്മൾ ഫ്രീസിങ് എന്ന് പറയും. സിമ്പിളാണ്, എല്ലാവർക്കും അറിയാം. ഇതൊന്നും അധികം സമയം കളയേണ്ട ആവശ്യമില്ല. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇല്ല, സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ ഇത്. അതുകൊണ്ട് അധികമൊന്നും പറയാനില്ല. ഇവിടെ ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നീരാവിയായിട്ട് മുകളിലോട്ട് പോകുന്ന, സൂര്യപ്രകാശം അടിച്ച് മുകളിലോട്ട് പോകുന്ന നീരാവി ഉണ്ടല്ലോ, ഈ നീരാവി ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറും മുകളിൽ പോയതിനു ശേഷം ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ ചുറ്റും. ഓക്കെ, അപ്പോൾ ഈ ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സ് അവിടെ നിന്ന് കമ്പൈൻ ചെയ്ത് ക്ലൗഡ്സ് ആവും. അങ്ങനെ ഒരുപാട് ഡ്രോപ്ലെറ്റ്സ് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളെ ഒരു ബിഗ് ഡ്രോപ്പ് ഓഫ് വാട്ടർ ആയിട്ട് മാറും. ചെറിയ ഡ്രോപ്ലെറ്റ്സ് ഒരുപാട് ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് കമ്പൈൻ ചെയ്ത് ബിഗ്ഗർ ഡ്രോപ്പ് ഓഫ് വാട്ടർ ആവും. അപ്പോൾ ഈ ബിഗ്ഗർ ഡ്രോപ്പ് ഓഫ് വാട്ടർ ആകുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ വെയിറ്റും കൂടും, ഹെവി ആവും. ഹെവി ആയതിനു ശേഷം അതിനവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ, അത് ഫോൾ ഡൗൺ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് മഴ ലഭിക്കുന്നത്. മനസ്സിലായോ? സിമ്പിളാണ്, അധികം ഒന്നും ആലോചിക്കാനില്ല. ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരുന്നാൽ മതി. വാട്ടർ വേപ്പർ ലൈറ്റാണ് എയറിനെ കാട്ടി. അതുകൊണ്ടാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോഴും നീരാവി ഇങ്ങനെ മുകളിലോട്ട് പോകുന്നതല്ലേ നമ്മൾ കാണുന്നത്. കാരണം എന്താ? എയറിനെ കാട്ടി ലൈറ്റാണ് നീരാവി, അതുകൊണ്ടാണ് മുകളിലോട്ട് പോകുന്നത്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അധികം ഒന്നും ആലോചിക്കാനൊന്നുമില്ല ഇതിനകത്ത്. ലാസ്റ്റ് ടോപ്പിക്കാണിത്, വാട്ടർ സൈക്കിള്. ദ വാട്ടർ ഫ്രം ദ ഓഷൻ ആൻഡ് എർത്ത്സ് സർഫസ് ഇവാപ്പറേറ്റ്സ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ. അറിയാലോ, നമ്മളെ വെള്ളം നമ്മളെ ഓഷനിൽ നിന്നും എർത്തിലുള്ള തടാകങ്ങളിൽ നിന്നൊക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകും.
എന്നിട്ട് മഴയായിട്ട് ഹെയിലായിട്ട് സ്നോ ആയിട്ടൊക്കെ തിരിച്ചു വരും. മഴയായിട്ട് പെയ്യും, ഹെയിൽ സ്റ്റോൺസ് ആയിട്ട് പെയ്യും, സ്നോ ആയിട്ട് തിരിച്ച് താഴോട്ട് വരും. ഈ ഒരു സർക്കിള് ഇത് പിന്നെ വീണ്ടും തുടരും. ഇത് പിന്നെ വീണ്ടും വെള്ളമാവും, വീണ്ടും നീരാവിയായിട്ട് പോകും, വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അറിയാമല്ലോ അത്. ഈ ഒരു പ്രോസസ്സിനെയാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ വെള്ളത്തിൻ്റെ സർക്കുലേഷനെയാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇത്രേ ഉള്ളൂ. ഈ ചാപ്റ്റർ കഴിഞ്ഞു. കീവേഡ്സ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ PDF നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം റിവൈസ് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.